നമ്മൾ വാട്സപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ ഫോട്ടോക്ക് ക്ലാരിറ്റിയിൽ ഭയങ്കര കുറവാണ്. നോർമലായിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത് അയക്കുമ്പോഴും വീഡിയോ എടുത്ത് അയക്കുമ്പോഴും ഇനി വാട്സപ്പ് ഡയറക്റ്റ് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ സെയിം സിസ്റ്റമാണ് വരാനുള്ളത്. ഇത് അയച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത ആ ക്വാളിറ്റി ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും വരില്ല. ഇപ്പോൾ അതിന് പരിഹാരമായിട്ട് വാട്സപ്പ് പുതുതായിട്ടൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് HD ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോ അയക്കാൻ പറ്റും, സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ ഫോട്ടോ അയക്കാൻ പറ്റും. അത് ഫോട്ടോ അയക്കുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ക്രോപ്പ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് HD എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ആ HD ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്യേണ്ടത് ഏത് ക്വാളിറ്റിയിലാണെന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ വരും. പോപ്പായിട്ട് വരുന്നുണ്ട്. ആ ഓപ്ഷൻ എന്താ വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ടാണോ അയക്കേണ്ടത് അതോ HD-യിലാണോ അയക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ഓപ്ഷനിൽ വേണമെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന ആൾക്ക് അത് നല്ല HD ക്ലാരിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. അല്ല നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് MB കുറഞ്ഞ രീതിയിൽ അയച്ചാൽ മതിയെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡിൽ അയക്കാം. HD-യിൽ അയക്കുമ്പോൾ കുറച്ച് MB-യും കൂടും, ടൈമും ഉണ്ടാവും സെൻഡ് ആവാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവരെന്ത് ചെയ്യുക, ആദ്യം വാട്സപ്പ് പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കിട്ടുന്നുണ്ട്, iOS-ൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി പുതിയ 2 ദിവസം കൂടി ചിലപ്പോൾ വരുമായിരിക്കും അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ സംശയമുള്ളവർക്ക് ഫുള്ള് വീഡിയോ കാണുക. ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്ഡേറ്റ് ചെയ്തവർക്ക് അത് എങ്ങനെയാണ് അയക്കേണ്ടതെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡർ അടക്കം അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്ത് പോകണ്ട. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർക്കുണ്ടെങ്കിൽ എല്ലാവരും അറിഞ്ഞോട്ടെ. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും പാടെ ഒന്ന് ഉപയോഗിച്ചോട്ടെ, എല്ലാവരും ഉപയോഗിച്ചോട്ടെ. എന്തിനാ അപ്പോൾ നമുക്കായിട്ട് മാറ്റി വെക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആദ്യം തന്നെ നമ്മൾ ഫോണിൽ പ്ലേ സ്റ്റോർ തുറന്നിട്ട് വാട്സപ്പ് അപ്ഡേറ്റഡ് ആണോ നോക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പ് ആദ്യം നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്താലുള്ളൂ ഇതിൻ്റെ ഫീച്ചർ അപ്ഡേറ്റ് ആവുള്ളൂ. നേരെ മറിച്ച് പഴയ വേർഷനിലാണ് ചിലപ്പോൾ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വാട്സപ്പ് തുറക്കുക. വാട്സപ്പ് തുറന്നിട്ട് നമ്മൾ ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് വെച്ചാൽ ആൾ മെസ്സേജ് എടുക്കുക. എന്നിട്ട് ക്യാമറ ഓപ്പൺ ആക്കുക. ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ ഫോട്ടോ ഡയറക്റ്റ് എടുത്തതിന് ശേഷം മുകളിൽ എഡിറ്റ് അങ്ങനെ 4 ചിഹ്നങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് HD എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫോട്ടോ ക്വാളിറ്റി. നമുക്ക് HD ക്വാളിറ്റി വേണമെങ്കിൽ HD ക്വാളിറ്റി സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സെലക്ട് ചെയ്യുക. എന്നിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് HD ക്വാളിറ്റിയിൽ തന്നെ സെൻഡ് ആവും. HD എന്ന് കാണിക്കുന്നുണ്ടാവും, ഫോട്ടോത്തിൻ്റെ അടിയിൽ HD എന്ന് എഴുതി കാണിക്കും. അങ്ങനെയാണ് നമ്മളിത് സെൻഡ് ചെയ്യേണ്ടത്. ഇനി നോർമൽ കൊടുക്കുകയാണെങ്കിൽ നോർമലിൽ അത് പോകുള്ളൂ. ഇപ്പോൾ HD ക്വാളിറ്റിയിലാണ് സെൻഡ് ആയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് സെൻഡ് ചെയ്യാൻ നേരിട്ട് നമ്മൾ ഗാലറി തുറക്കുക. അതിൽ നമുക്ക് ഏത് ഫോട്ടോ വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതും സെയിം മെത്തേഡ് തന്നെയാണ്. അവിടെ HD എന്ന് കാണിക്കും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HD-യിലാണോ സ്റ്റാൻഡേർഡ് ആണോ ചോദിക്കുക. അവിടെ HD ക്വാളിറ്റി കൊടുക്കുക. സെൻഡ് ചെയ്താൽ ഒരു ക്ലാരിറ്റി കുറവില്ലാതെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ ആ ഫോട്ടോ സെൻഡ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഫുള്ള് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മറ്റേത് കാണാതെ പോയതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് അടക്കം ചെയ്തത്.